റബ്ബർ ലോങ് മാർച്ചിനെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഭിന്നത. മോൻസ് ജോസഫ് പാർട്ടിയുമായി ആലോചിക്കാതെ പരിപാടി തീരുമാനിച്ചെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കെ തിരിച്ചടിയാകുമെന്നതിനാൽ പരസ്യ പ്രതികരണത്തിന് ആരും തയ്യാറല്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംഘടിപ്പിച്ച റബ്ബർ ലോങ് മാർച്ച് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. കടുത്തുരുത്തി എംഎൽഎയും പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ മോൻസ് ജോസഫ് ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ. റബ്ബറിന് 300 രൂപ വില പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് വിജയകരമെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തുമ്പോഴും സംഘാടനത്തെ ചൊല്ലി നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ മോൻസ് ജോസഫ് ഒറ്റയ്ക്ക് തീരുമാനിച്ച് നടപ്പിലാക്കി. മുതിർന്ന നേതാക്കളോട് പോലും ആശയവിനിമയം ഉണ്ടായില്ല. സംസ്ഥാന തലത്തിൽ ചർച്ചയാകേണ്ട റബ്ബർ വിഷയം സ്വന്തം നേട്ടത്തിനായി കടുത്തുരുത്തിയിലേക്ക് ഒതുക്കി എന്നിങ്ങനെയാണ് ഭിന്നാഭിപ്രായങ്ങൾ. പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതയുണ്ടോ എന്ന ചോദ്യത്തിന് പരിപാടിക്ക് മുമ്പ് ഇതായിരുന്നു മോൻസിന്റെ പ്രതികരണം. ഞങ്ങളുടെ പാർട്ടിയിൽ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അറിയണം. രഹസ്യമായിട്ട് ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. പരസ്യമായിട്ട് ഞങ്ങളൊക്കെ അറിയുന്ന വിധത്തിൽ അത് ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല. UDFൽ കോട്ടയം സീറ്റ് ഉറപ്പാക്കിയ ശേഷം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ പലർക്കും മത്സരിക്കാൻ താല്പര്യമുണ്ട്. ഇവരാണ് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട്. പ്രശ്നം വഷളാക്കി ജോസ് കെ മാണി വിഭാഗത്തിന് ആയുധമാക്കാൻ അവസരമൊരുക്കരുതെന്നും നേതാക്കൾ പറയുന്നു. മീഡിയ 1 കോട്ടയം.